റോബർട്ട് വാദ്ര രാഷ്ട്രീയത്തിലൊന്നുമില്ല, പക്ഷേ ഒരു വലിയ കുടുംബത്തിന്റെ മരുമകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാനിപ്പോ വായിക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ മുസ്ലിങ്ങൾ അവരെ ബലഹീനരായിട്ട് കാണുന്നു. പഹൽഗ്രാമിൽ ജനങ്ങളെ കൊന്നതിന് ശേഷം തീവ്രവാദികൾ മോദിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, നിങ്ങൾ രാജ്യത്തെ പിരിച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ വളരെ നാണക്കേടാണ്. ഇത് നമ്മുടെ രാജ്യത്തിനെതിരായ ഒരു ചതിയാണ്. പിന്നെ ഈ പദ്ധതി ഇപ്പോ ഉണ്ടാക്കിയതല്ല. ഇപ്പൊ ഇതിലൊരു പുതിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായി പാകിസ്ഥാൻ ആർമിക്കെതിരായി പൊതുജനങ്ങളുടെ പോരാട്ടം തെരുവിൽ, പൊതുസ്ഥലങ്ങളിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി കാണുന്നു. ഇത് മാത്രമാണ് പുതിയ മാറ്റം. അതായത് ഇപ്പൊ അവിടെ ഉള്ള ആർമി ജനറൽ, അതായത് ആർമി തലവൻ, അദ്ദേഹത്തിന്റെ പദവിക്ക് ആപത്തുണ്ടെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ പദവി മാത്രമല്ല ആപത്തിലുള്ളത്, അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. പാകിസ്ഥാനിൽ ആർമിയുടെ പ്രീമിയം സ്റ്റാറ്റസ് തന്നെ അപകടത്തിലാണെന്ന്. നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? അതായത് പാകിസ്ഥാൻ ഉണ്ടായതു മുതൽ ഏതെങ്കിലും ഒരു ആർമി ജനറലിനെതിരായിട്ട് ജനങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമോ? അവിടെ ആർമിക്കെതിരായി ഒരിക്കലും സംസാരിക്കില്ല. പക്ഷെ ഇന്ന് ആർമിക്കെതിരായി കഴിഞ്ഞ 1-2 വർഷങ്ങളായി ആർമിക്കെതിരായിട്ട് ജനങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അയാൾക്ക് മുല്ല മുനീർ ആകേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ടാണ് മുല്ലമാരായി മാറുന്നത്. ജിന്നയെക്കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ഈ പ്രേയറില്ല, അതായത് നിസ്കാരമെന്ന് പറയും, സലാത്തി നിസ്കാരമെന്ന് പറയും. അതിൽ ഒരേ ഒരു ഖുറാൻ വാചകം ഓതേണ്ടതായി വരും, അൽ ഫാത്തിഹ. അത് ഡോക്യുമെന്റഡ് ആയിട്ടുണ്ട്, വായിച്ചു നോക്കൂ നിങ്ങൾ. പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതുവരെ ജിന്നയ്ക്ക് അതുപോലും അറിയില്ലായിരുന്നു. അതായത് ജിന്ന സാർ ഉണ്ടായിരുന്നു, മൗലാന, അദ്ദേഹമാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചത്. അദ്ദേഹം മുല്ല ആയി മാറാനുള്ള എന്താവശ്യമാണ് ഉണ്ടായത്? അങ്ങനെയുള്ള ആളുകളെ അങ്ങനെ മാറുകയുള്ളൂ. മതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർ അത് തെറ്റായി പ്രയോജനപ്പെടുത്തും.